ബോയപ്പട്ടി ശ്രീനു സംവിധാനം ചെയ്ത് ജയ് ബാലയ്യ ഡബിൾ റോളിൽ മൂന്ന് റോളുണ്ട് കേട്ടോ. അല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ പല അഞ്ചാറ് റോളിൽ അഭിനയിച്ച സിനിമയാണ് അഖണ്ഡ 2 താണ്ഡവം. അഖണ്ഡ 1 എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ്. എസ്പെഷ്യലി നമ്മൾ ബാലയുടെ പടം കാണുമ്പോൾ കഥയും കോപ്പും മറ്റേതെന്നുള്ളത് നമ്മൾ ഈ ഓവർ ദ ടോപ്പ് സാധനം കാണാനാണ് പോണേ. പക്ഷേ അതിൽ അവസാനം തമൻ കൊടുത്തിരിക്കുന്ന സ്കോറുണ്ടല്ലോ, ഓ ഭയശങ്കര, ആ സാധനം വന്നിട്ട് ഇയാൾ ആ ഒരു അഗോരിയുടെ ഒരു സെറ്റപ്പിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു. ആ സീനുകളൊക്കെ അത് എടുത്ത് വെച്ചിരിക്കുന്ന മേക്കിംഗ് സ്റ്റൈലും ഭയങ്കര രസമായിരുന്നു. എസ്പെഷ്യലി ഇങ്ങനെ എടുത്ത് കറക്കുമ്പോഴേക്കും ശിവൻ്റെ ഒരു സാധനം വരുന്നത് കിഡു സാധനമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സ്പെക്റ്റേഷനിൽ പോയതായിരുന്നു. ആ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. പക്ഷേ ഇതെല്ലാം അതിൽ 1x ആണെങ്കിൽ ഇതിൽ 10x കയറ്റി വെച്ചിട്ടുണ്ട്. BGM എല്ലാ സാധനവും ഇത് തന്നെ. ഇത് പക്ഷേ 3 മണിക്കൂർ ഇത് കണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കങ്കുവ കാണും പോലെ ഇരിക്കും. കങ്കുവ മാർട്ടിനൊക്കെ കാണും പോലെ ഇരിക്കും. എന്നാൽ സൗണ്ട് അത്രയും ഇറിറ്റേഷനാണ്. സൗണ്ട് എത്ര DB വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ കയറ്റി തലവേദന എടുക്കും അവസരം പടം കണ്ട് തീരുമ്പോൾ. ഇങ്ങനെ ഒരു സൈഡിൽ കൂടി ഇയാൾ പല ട്രിപ്പിൾ റോളിലൊക്കെ വന്ന് അലറുന്നുണ്ട്. അതിൻ്റെ പ്ലസ് തമൻ്റെ BGM എന്ന് പറഞ്ഞാൽ ചിലയിടങ്ങളിലൊക്കെ കിടു സാധനമാണ്. ചിലയിടങ്ങളിൽ കൊടുത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദീപാരാധന സമയത്ത് മണി ഇങ്ങനെ അടിക്കൂലേ, നട തുറക്കുന്നു മണി അടിക്കുന്നു, ആ സമയത്തൊരു വൈബാണ് അത്ര ഒരുമിച്ചേക്കുക. പക്ഷേ ഇത് തന്നെ ഒരു 2 മണിക്കൂർ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരുന്നത് ഇങ്ങനെ ഇരിക്കും, മണി അടിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് തലപ്പരം തീർക്കില്ല. അതുപോലെയാണ് ഒരു BGM ഒരു ലെയർ പോയിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള BGM എല്ലാം കൂടി ഒരുമിച്ചിട്ട് പ്ലേ ചെയ്ത പോലെ ഇരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെ ഒരു 10 BGM ഒരുമിച്ച് കേട്ടോണ്ടിരുന്നത് എന്താണ് BGM നടക്കണത് കേൾക്കണത് ഒന്നും മനസ്സിലാവില്ല. ഇങ്ങനെ കൊണകൊണേ കുറേ ശബ്ദ കോലാലം ബേളം അതിൻ്റെ ഇടയ്ക്ക് അലറ ഇത് വെച്ച് അവസാനം കഴിയുമ്പോൾ ഇവിടെ ഒന്ന് തീർക്കട ഇത് എന്നുള്ള അവസ്ഥയെ. ഇപ്പോൾ കുറേ സിനിമകൾ നമുക്ക് മലങ്കൾട്ടായിട്ട് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ കുറേയൊക്കെ ഈ ഭയങ്കര ടോർച്ചറായിപ്പോയി. ഇങ്ങനെ ഇരുന്ന് വധിക്കുക എന്നുള്ള പരിപാടിയാണ്. നമുക്കിതിൻ്റെ കഥ ഇനി എങ്ങോട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കഥയൊന്നുമില്ല. ഒരു മലങ്കൾട്ട് കഥ. ആ കഥയിൽ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറേ വില്ലന്മാരെ എടുത്തിട്ടുണ്ട്. അവന്മാരെ കൊല്ലണം. അപ്പം അടുത്ത സ്റ്റേജിലോട്ട് പോകണം. അടുത്ത വില്ലന്മാരെ കൊല്ലണം. ഏറ്റവും ലാസ്റ്റ് ഫൈനൽ വില്ലനെ കൊല്ലണം. ഇത് നമുക്കറിയാം. ഇതൊന്ന് കൊണ്ട് പണിത്തൊല. ഇത് തീരണ്ടേ? ഇത് തീരൂല. ഇതിങ്ങനെ നമ്മളെ ഇരുത്തി അവസാനം വേറൊരു ട്രാൻസ് അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് ഇങ്ങനെ മോളിൽ നിർത്തി താഴെ എടുത്ത് അടിക്കും പോലെ ഒക്കെ തീർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. വളരെ ദുരന്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഈ അടുത്ത കാലത്ത് കണ്ടതിൽ. ഞാൻ മലങ്കൾട്ടായിട്ടൊക്കെ ഇപ്പം ബാലയ്യ പടം ആകുമ്പോൾ അറിയാം, നമ്മളത് പ്രതീക്ഷിച്ചേ പോകണുള്ളൂ. അല്ലാതെ ഇപ്പം മാസാണെങ്കിൽ ഓവർ ദ ടോപ്പ് മാസ് അത് ഭയങ്കര ഈ ബോയപ്പട്ടി ശ്രീനു എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിഷ്വലി കിഡിലായിട്ട് എടുത്തിക്കും. ഈ കത്തി പരിപാടിയില്ലേ ഇടിച്ച പറന്നു പോകണം ഭയങ്കര വിഷ്വലി കിഡിലായിട്ട് അതിൽ കുറേ വെറൈറ്റി സാധനങ്ങളെ കൊണ്ടുവന്ന് നമ്മൾ മൊത്തത്തിൽ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു സാധനം, നല്ല വിഷ്വലി കിഡിലായിട്ടുള്ള സാധനം, എന്തോ ഒരു സാധനം നമുക്ക് സാധാരണ ജീവിതത്തിൽ കാണാൻ പറ്റുന്ന സാധനം കണ്ടുകൊണ്ടിരിക്കുന്നുള്ള സാധനം ഇയാളെ പടത്തിൽ കാണും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പല സീനുകളും ഇപ്പോൾ കത്തിയാണെങ്കിൽ പോലും കുറേ പേരെയൊക്കെ ഇങ്ങനെ എടുത്ത് എയറിലിങ്ങനെ നിർത്തി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു ഒരാളിങ്ങനെ കുറേ പേരെ എയറിലിങ്ങനെ നിർത്തി അവരിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു വിഷ്വലി ഒരു സാധനമുണ്ട്. അതൊക്കെ ഉണ്ട് ഇതിനകത്ത് കുറേ ഇടത്തുണ്ട്. പക്ഷേ ഇത് നീണ്ടു പോകണം. ഇത് ഭയങ്കര ലാഗാവണം. പടം ഭയങ്കരമായിട്ട് ഡ്രാഗായിട്ട് പോകണ്. കുറേ സീനുകൾ നീങ്ങാതെ കിടന്ന് കറങ്ങണ്. അങ്ങനെയൊക്കെ പോയിട്ട് കണ്ടു തീർത്തിട്ടുള്ള ഒരു സിനിമയാണ് അഖണ്ഡ 2. ഇതിനി റോസ്റ്റ് ചെയ്യാൻ പോലും ഞാൻ രണ്ടാമത് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ചെറിയ സ്പോയിലേഴ്സൊക്കെ വരും കേട്ടോ. നിങ്ങൾ ക്ഷമിച്ചോ. എൻ്റെ മൊത്തം പറഞ്ഞിട്ട് അങ്ങനെ ചടങ്ങ് തീർത്തിട്ട് അങ്ങ് പോവാം. മലയാളം ഡബ്ബാണ് കേട്ടത്, അതിൻ്റെ അപ്പുറം. പക്ഷെ മലയാളം ഡബ്ബിങ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഭാഗത്ത് തെറ്റായിട്ട് ഞാൻ പറയാം. അവർ മാക്സിമം നന്നായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ എഴുതി കൊടുത്തിരിക്കുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അതല്ലേ അവർക്ക് ഡബ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡയലോഗുകളാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയത്. ഒരുപാട് സാധനമുണ്ട്. ഇപ്പം മലയാളത്തിൽ വരുന്നു. ആദ്യം ചൈനക്കാരന്മാരും എല്ലാവരും മലയാളത്തിൽ സംസാരിക്കുകയാണ്. ഇന്ത്യയെ കീഴടക്കണം. ചൈന കുറേ ബുദ്ധ സന്യാസികളുടെ വെടിവെച്ച് കൊന്നിട്ട് അങ്ങനെയാണ് പരിപാടി തുടങ്ങണത്. ബുദ്ധ സന്യാസിക്ക് ബുദ്ധമതം വേറെ മതമാണ്, അത് ഹിന്ദു മതമായിട്ട് ഡിഫറൻസ് ആണ്. അങ്ങനത്തെ ഒന്നും ഈ സംവിധാനം അറിഞ്ഞൂടാന്ന് തോന്നുന്നു. ബുദ്ധ സന്യാസി ലാസ്റ്റ് ശിവനെയൊക്കെ നോക്കി ശിവൻ ഭക്തനൊക്കെ എന്തൊക്കെയുണ്ട്. അപ്പം ഇന്ത്യയെ കീഴ്പ്പെടുത്തണമെങ്കിൽ ഇന്ത്യയുടെ ആത്മീയതയുണ്ട്, ഇന്ത്യയുടെ വിശ്വാസമുണ്ട്. ഇന്ത്യ മൊത്തം ചേർത്തെടുത്തത് ഇന്ത്യയിലെ എല്ലാവരും വിശ്വാസികളാണ്. ആ വിശ്വാസം കള്ളത്തരം, ഇന്ത്യൻ ദൈവങ്ങളൊക്കെ കള്ളത്തരമാണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ ഇന്ത്യ തോപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനത്തിൽ ചൈനക്കാരവിടെ കണ്ടെത്തുന്നു. അല്ലാതെ തോപ്പിക്കാൻ വലിയ പാടാണ്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ട് വില്ലന്മാർ വരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബാലയ്യ ഇവിടെ ഉണ്ടല്ലോ, അവിടെ ഹിമാചൽ പ്രദേശിൽ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ബാലയ്യാണ്. അദ്ദേഹം ശിവൻ്റെ അവതാരമാണ്. പ്ലസ് അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ട് വേറൊരു ബാലയുണ്ട്. അവൻ ഈ സിനിമയിൽ ഒന്നും ചെയ്യാനില്ല. അവന് ഒരു കൊച്ചിനുണ്ടാക്കിയിടുക, ആ കൊച്ചു വഴി കണക്ട് ചെയ്ത് ഈ ബാലയായിട്ട് മറ്റേ ഭാര്യ രക്ഷിക്കാൻ വേണ്ടി ബാലയ്യ വരുമ്പോൾ ഇത് കൊച്ച് വളർന്ന് വലുതായി കേട്ടാ. ഇവന്മാർ മറ്റേ സിനിമയിൽ തന്നെ അമ്മയ്ക്ക് ഈ 2 ബാലയ്യരെ അമ്മയെ കാണാൻ ഇവർ അനിയത്തി പോലെ ഉണ്ട്. ഈ സിനിമയിൽ ആ കൊച്ച് വളർന്ന് 10-20 വയസ്സായി. എന്നിട്ട് യുവന്മാർക്ക് ഒരു മാറ്റമില്ല. യുവന്മാർ അപ്പോഴും കളവന്മാർ തന്നെ, ഇപ്പോഴും കളവന്മാർ തന്നെ, ഒരു മാറ്റമില്ല. എത്ര വർഷം കടന്നു പോയെന്നൊന്നും ഒരു പിടുത്തമില്ല. അതെന്തെങ്കിലും ആവട്ടെ, ഫാൻറ്റസി അല്ലേ, ഇതിൽ പിന്നെ ലോജിക്ക് നോക്കാൻ കാര്യമൊന്നും ഇല്ലല്ലേ. പക്ഷേ ആ ബാലയ്ക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ, അപ്പോഴാണ് ഒരു വിഷയം. നമ്മുടെ
കളക്ടർ വന്ന് ഒരു വിഷയം ഒരിടത്ത് മാത്രം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഇറക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എന്ത് പറ്റാത്ത അവിടെ മൊത്തം കഞ്ചാവ് തോട്ടങ്ങളാണ്, കഞ്ചാവ് മയക്കുമരുന്നിൻ്റെ ഒരു കേന്ദ്രമാണ്. ഇത്രയും ദിവസമായിട്ട് ഈ ജയ് ബാലയ്യ, ഈ ഒറിജിനൽ ബാലയ്യ എം എൽ എ അറിഞ്ഞില്ല. അപ്പം ഇത് ശരിയാക്കാൻ വേണ്ടി എം എൽ എ പോവുകയാണ്, ഒറ്റയ്ക്ക് പോയിട്ട് ഇവിടെ എല്ലാം അടിച്ചിട്ടിട്ട് ഇതിൽ പല സംസ്ഥാനത്തു നിന്നുള്ള വില്ലന്മാർ അവിടെ ഉണ്ട് കേട്ടോ. മലയാളമല്ലേ, മലയാളത്തിൽ ഇതല്ലേ, പാൻ ഇന്ത്യ പടമല്ലേ, മലയാളത്തിൽ ഒരു തിയേറ്ററിലാണ് റിലീസ് ഉണ്ടായിരുന്നത്, തിരുവനന്തപുരത്തിന്. അതുപോലെ റിലീസ്. അപ്പോൾ യവന്മാരധികം ക്യാപിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ക്യാപിച്ചിലും കുഴപ്പമൊന്നുമില്ല. ഡാക്കു മഹാരാജ് പോലും ഇവിടെ റിലീസ് ചെയ്തില്ല. പക്ഷേ ബാക്കി എല്ലാവർക്കും അത്യാവശ്യം ഓർഡറാണ്. തമിഴന്മാർ പഠിച്ചിട്ട് തമിഴന്മാരെ വില്ലനെ പിടിക്കുന്നു, തമിഴന്മാരുടെ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് അതാണ് തമിഴ്, നീയല്ല തമിഴെന്ന് പറഞ്ഞിട്ട് ബാലയൊരു അറ്റാടി. എന്നിട്ട് അടുത്ത് കന്നഡക്കാൻ പിടിച്ച്, കന്നഡ പറയാൻ നിനക്ക് അർഹതയില്ല, കന്നഡ ആരാണെന്നറിയാമോ, മറ്റൊരാൾ. ഇത് ചിരിച്ചിരിച്ചും മനുഷ്യൻ മരിക്കും. ഈ കഞ്ചാവ് മയക്കുമരുന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കരുത്, അത് അമ്മമാരുടെ കണ്ണീരാണെന്നുള്ളത് ഭയങ്കരമായിട്ട് പഞ്ച് വരുന്ന രീതിയിൽ ബാലയെ പറയാനുണ്ട്. അത് ഒരു സൂപ്പർ സ്റ്റാർ ആ മേഖല എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് ആരാധിച്ചടക്കുന്ന ഒരാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അതൊന്നൊരു നല്ല വിഷയമായിട്ട് തോന്നി. പക്ഷേ അത് അവിടെ കഴിഞ്ഞില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതേ ബാലയ്യ രാത്രി മദ്യപിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കണം. മദ്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണം അടിക്കാതെ എങ്ങനെയാണ് മനുഷ്യൻ ആഹാരം കഴിക്കുന്നത് എന്നുള്ള രീതിയിൽ. അതായത് ഒരു സൈഡിൽ കഞ്ചാവ്, മറ്റേതാണ് ലഹരിക്കെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലഹരി ഇപ്പോൾ ബാലയെ പറഞ്ഞിട്ടുണ്ട് രാത്രി വെള്ളം അടിക്കാൻ നേരത്തിൽ രണ്ടെണ്ണം അടിക്കാം, പക്ഷേ കഞ്ചാവ് അടിക്കാൻ പാടില്ല, അതാണ് വ്യത്യാസം. മദ്യം വയ്ക്കാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു സൈഡിൽ എന്തൊക്കെ എഴുതി വെച്ചാൽ എനിക്ക് അറിഞ്ഞു വിടറേ. അവിടെ പിന്നെ സംയുക്ത മേനോനുണ്ട്. സംയുക്ത മേനോൻ DRDOയുടെ ഒരു നേതൃത്വത്തിൽ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരിയുടെ ഇതിൽ ഒരു ഡാൻസ് ആണല്ലോ, ജയ് ബാലയ്യ ഡാൻസാണ്. ആ ഡാൻസ് കൊണ്ടുവരാൻ ഒരു വഴിയില്ല. അപ്പോൾ ഈ ബാലയ്യയുടെ മകള് പഠിക്കുന്ന അല്ല ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതിൻ്റെ ഹെഡായിട്ട് വന്നിട്ട് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവരെ ഒരു വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഒരു പാട്ടുണ്ടാക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് സംയുക്ത മേനോൻ ഇതിനുള്ള. എന്നിട്ട് ബാലയുടെ കൂടെ ഡാൻസൊക്കെ ചിരിച്ചും മരിക്കും. മറ്റേതിൽ പിന്നെ ഒരളവൊക്കെ മറ്റേ ഈ ഉടുപ്പൊക്കെ ഊരി പാമ്പ് ചട്ട അഴിച്ചിടണ പോലെ ഉടുപ്പൊക്കെ ഊരിടണതൊക്കെ പിന്നെ നമുക്ക് ഇതിൽ അതിൻ്റെ കോമഡി അതിനൊക്കെ ഒന്ന് 2x സ്പീഡിൽ വിട്ടിട്ട് കോമഡി ആയിട്ട് സംയുക്ത മേനോൻ്റെ ഒക്കെ ഡാൻസ് കണ്ടിട്ട് എനിക്ക് എന്ത് ഗതിയായിട്ടാണെന്ന് ഇനി VFX വല്ല ചെയ്ത് വെച്ചാൽ അറിഞ്ഞൂടെ, എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാട്ട് കഴിഞ്ഞ് അതോടെ അവനെ അങ്ങ് സൈഡാക്കി. അവൻ പിന്നെ ഇല്ല, ഈ ബാലയ്യല്ല, പിന്നെ മറ്റേ നമ്മളെ ബാലയ്യ ക്രിസ്മസ് അപ്പന്മാരാണ്. മറ്റേ സിനിമയിൽ അയാൾ അഗോരിയായിട്ട് വരുമ്പോൾ ഒരു സ്വാഗ്, ഒരു ഓറ ഉണ്ടായിരുന്നു കേട്ടോ ഈ മനുഷ്യന്. കുറിയൊക്കെ അടിച്ചിങ്ങനെ നിന്നിട്ട് ആ മ്യൂസിക്കൊക്കെ കൂടി ചേരുമ്പം സംഭവം സെറ്റായിരുന്നു. ഇതിൻ്റെ കോമഡി പീസ് അതിൻ്റെ മുടി ഇങ്ങനെ മീശയൊക്കെ പഞ്ഞിക്ക് ഇങ്ങനെ ഇത് അരങ്ങുള്ള ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഇത് വെച്ചിട്ടില്ലേ, ക്രിസ്മസ് അപ്പൂപ്പൻ്റെ പ്രതിമകളൊക്കെ വെച്ചിട്ടുള്ളിടത്ത് പഞ്ഞി ഇങ്ങനെ കാറ്റടിക്കും ഇങ്ങനെ ഇതാറ്, അതുപോലെ ഇയാൾ ഈ പഞ്ഞി ഇങ്ങനെ ഇരുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇയാൾക്ക് ഒരു ശൂലമുണ്ട്. ഈ ശൂലം കൊണ്ടുവച്ചിട്ട് ഇയാൾക്ക് ലോകം കിടക്കാം. ശൂലത്തിന് പല രീതിയിൽ നമ്മൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ കിണ്ടും പോലെ ആൾക്കാരൊക്കെ എടുത്തിട്ട് കിണ്ടുന്നു, ഇങ്ങനെ എടുത്ത് കറക്കുന്നു. ഹെലികോപ്റ്ററിൻ്റെ മറ്റേ ലീഫ് എടുത്ത് ശൂലത്തിൻ്റെ പുറത്ത് വെച്ച് കറക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കൂട്ടി വെക്കും. ഇങ്ങനെ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ കോർത്തെടുക്കുക, കറക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക. ഇങ്ങനെ കുറേ പരിപാടികൾ ഈ ശൂലം വെച്ച് ഇയാൾ ചെയ്യുന്നുണ്ട്. മറ്റേ വെടിയുണ്ട വരുമ്പോൾ അതൊക്കെ പിന്നെ നമുക്ക് കുഴപ്പമില്ല, നമ്മളത് കാണാനല്ലേ പോണേ. വെടിയുണ്ട വരുമ്പോൾ ഇങ്ങനെ അടിച്ചടിച്ച് കളയുക, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളത്. പക്ഷേ അത് കാണിക്കുമ്പോൾ ഞാൻ പറയാം, ആ സീൻ കാണിക്കുമ്പം അത് ഓവർ ദ ടോപ്പ് സാധനമാണ്, ലോജിക്കില്ലാത്ത സാധനമാണ്, ഊക്ക് കിട്ടേണ്ട സാധനമാണ്. പക്ഷേ അത് വിഷ്വലി നല്ല രസമായിരിക്കും കാണാൻ. നമ്മളത് നോർമലി കാണാൻ സാധ്യത. ഇതിലെല്ലാം സ്ലോ മോഷനിൽ ഇങ്ങനെ കറങ്ങുന്നു, അയാളുടെ BGM കൊടുക്കുന്നു, അയാളിങ്ങനെ തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഒരുത്തരെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒഴിയും, തലവത്ത് നിർത്തിയിട്ട് ഇങ്ങനെ ഒഴിയും. അവിടെ പിന്നെ കുറേ വില്ലന്മാർ എക്സ്ട്രാ കയറി വരുന്നുണ്ട്. കബീർ ദുഹാൻ സിംഗ് ഉണ്ട്, പുള്ളി പിന്നെ കോമഡി പീസാവും. ഇങ്ങനെ നിൽക്കണം. പുള്ളിയുടെ സഹോദരനായിട്ട് നമ്മുടെ റോൺസൺ വിൻസെൻ്റ്, രണ്ടും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ റോൺസൺ വിൻസെൻറ്റിന് ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആണ് കേട്ടോ. ഡയലോഗൊന്നുമില്ല. ആദ്യമൊക്കെ കോമഡി പീസ് സൈഡിൽ നിന്നിട്ട് ഈ റെസ്പോണ്ട് ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്, അതാണ്, അതൊക്കെ കുറച്ച് കോമഡി ആയിപ്പോയി. പക്ഷെ അല്ലാതെ ഇയാൾ നിൽക്കുന്ന സമയത്ത് ഭയങ്കര സ്ക്രീൻ പ്രസൻസ് കേട്ടോ. ഇങ്ങനെ ഒരു സ്വാഗ് ഫീൽ ചെയ്യാറുണ്ട്. ഈ മനുഷ്യനെ മലയാളത്തിലൊക്കെ ഉപയോഗിക്കായിരുന്നു കേട്ടോ, നല്ല കിട്ടില്ല വില്ലനായിട്ടൊക്കെ ഉപയോഗിക്കാം. അയാൾ ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ ബിഗ് ബോസിൽ കാണുമ്പോൾ ഇയാൾ അവിടെ അതിനകത്ത് കോമഡി അല്ലേ, അതിനകത്ത് വഴക്കിന് പോലും പോകില്ല, ഇങ്ങോട്ടൊന്ന് ചൊറഞ്ഞാലും മിണ്ടാ ചിരിച്ചോണ്ടിരിക്കണം. പക്ഷെ ഇതിൽ ഉട്ടക്കലിപ്പെന്ന് പറഞ്ഞാൽ ഒരു മലയാള നടന് ബാലയ്യരെ പോലത്തെ ഒരു സിനിമയിൽ കിട്ടുന്നതിൻ്റെ അത്രയും നല്ല ചാൻസ് കുറേ നേരമുണ്ട്. പുള്ളി എടുത്തറിയും, ചുമ്മാ സൈഡിൽ നിൽക്കുന്ന ഒരു വില്ലനല്ല. ലാസിയാളെ കൈയോടെ മരിക്കാൻ തന്നെ വിധി, എന്നാലും ഉണ്ട് ബാലയുടെ കൂടെ ഫൈറ്റ് ഉണ്ട്. അത് കുറേ ലെങ്തി ആയിട്ടുള്ള സമയത്തുള്ള ഒരു മെയിൻ റോളായിട്ട് തന്നെ റോൺസനെ കണ്ടപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. നന്നായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രിസ് വേണുഗോപാൽ താടി വെച്ച ഈ ഇടയ്ക്ക് കല്യാണമൊക്കെ കഴിച്ച് കുറേ പേരൊക്കെ ട്രോളൊക്കെ ചെയ്ത് കുറേ പ്രാന്തന്മാർ കുറേ ട്രോളൊക്കെ ഉണ്ടാക്കി അവന്മാരെ കുരു പൊട്ടിച്ച സീനൊക്കെ അറിയാമല്ലോ, ഒരു താടി വെച്ച വേണുഗോപാൽ അപ്പൂപ്പൈ ഇവരെ ഉണ്ട്. ഇവരെല്ലാവരും കാണാൻ ഏകദേശം ഒരേപോലെ ഇരിക്കും. അപ്പോൾ അവരൊക്കെ വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞത്ത് വെച്ചിട്ടൊരു ഫൈറ്റ്, മഞ്ഞത്ത് വെച്ചിട്ടുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞെന്ന് പറഞ്ഞാൽ മഞ്ഞിക്കൂടി പോണ കാറൊക്കെ നമ്മൾ അതല്ല കാക്കകൾ താമസിക്കുന്ന ആൽമരത്തിൻ്റെ മൂട്ടിൽ കാർ കൊണ്ടിട്ടിട്ട് വൈദ്യുതി എടുത്താക്കിയിരിക്കും. അതുപോലെ കാക്ക നൂറിയിട്ട പോലെയാണ് മഞ്ഞ് വീണത്.
എന്തൊരു മഞ്ഞോയാണ്. കൃഷ്ണസമ്പര താടിയിലൊക്കെ വന്നിരിക്കും ഈ മഞ്ഞ്. മഞ്ഞൊക്കെ എല്ലാം ഗ്രീൻ സ്ക്രീനാണ്. ഗ്രീൻ സ്ക്രീനാണ് മനസ്സിലാവുമെങ്കിലും നമുക്ക് അവർക്ക് ചെയ്യുന്നതിന് പരിധിയില്ലല്ലോ. എന്തൊക്കെ വേണമെങ്കിലും ഗ്രീൻ സ്ക്രീൻ കൊണ്ട് കാണിക്കാന്നുള്ള രീതിയിൽ വെച്ചിരിക്കുകയാണ്. അവിടെ വെച്ചിട്ടുള്ള ഫൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ചിരിച്ച് മരിക്കും. പിന്നെ ഫസ്റ്റ് ഹാഫൊക്കെ കുറേ ചിരിക്കാനും ഇതുപോലത്തെ കോമഡി മലങ്കട്ട് സംഭവമാണ്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുള്ള് മറ്റേ മറ്റേ ബാലയ്യര അപരാധങ്ങൾ തുടങ്ങണത്. അതിനുശേഷം പിന്നെ സഹിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഭയങ്കര ഇറിറ്റേഷനായി. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ ടീമുകളുണ്ട്. ആദി പിനിഷെട്ടി പുള്ളിയിടയ്ക്ക് കൊടുക്കുന്ന സ്കോർ ഒരു രസമുണ്ടായിരുന്നു. അത് മറ്റേ ഡാക്കു മഹാരാജൻ്റെ ചൂണ്ടിയതാണ്, പക്ഷേ അത് നല്ല രസമായിരുന്നു. അത് മാത്രമാണ് എനിക്ക് ഇത്തിരി എടുത്ത് ഒരു ബീജിയം മറ്റ് കേൾക്കാൻ നോക്കിയത്. ബാക്കിയെല്ലാം ശങ്കര ശിവശങ്കര മണിയടി ശംഖ് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് പുഴുങ്ങിയെടുത്ത പോലത്തെ ബീജിയമാണ് ഇതിൽ പോയിക്കണേ. അപ്പോൾ ഇയാൾ ഭൂലോക കോമഡി പീസ്. ഇയാൾക്ക് ഒരു അതിമാനുഷികനായിട്ടുള്ള ക്യാരക്ടറാണ്. CGI ഉള്ള ചാത്തന്മാരൊക്കെ ദേഹത്തിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ വെളിയിൽ വന്ന് ഇങ്ങനെ ചിരിച്ച് കാണിക്കും, തിരിച്ചകത്ത് കയറിപ്പോവും. അങ്ങനെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ഇങ്ങനെ കുറേ എണ്ണത്തിനെ കൊണ്ട് നടക്കുന്നുണ്ടവൻ. അവൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക്, അവനെ കൊല്ലണമല്ലോ, അവനെ കൊന്നാലേ പടം അങ്ങോട്ട് പോകുള്ളൂ. അവൻ്റെ കുറേ സാധനങ്ങൾ അപരാധങ്ങൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ കുംഭമേളയുടെ ഒരു സീന് കാണിക്കുന്നുണ്ടേ. അത് പക്ഷേ ഭയങ്കര രസമായിരുന്നത്. ഒറിജിനൽ ഫുട്ടേജ് ഉപയോഗിച്ചാണ്. എന്നാൽ അത് ആ കറക്റ്റായിട്ട് ഭയങ്കര ബ്രില്യൻ്റായിട്ട് അവർ എടുത്തിട്ടുണ്ട്. ആ മൊമെൻറ്റ്സ് കാണാൻ ഭയങ്കര രസമായിരുന്നു. നമുക്ക് നോർമലി അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് സാധാരണ സിനിമയിൽ കാണാൻ പറ്റാത്ത കുറച്ച് വിഷ്വലി ഇത് കണ്ണഞ്ചിപ്പിക്കുന്ന സാധനങ്ങൾ ഈ സിനിമയിൽ കുറേ ഉണ്ട്. ഇത് ആ വില്ലൻ വരുന്നു. പിന്നെ അങ്ങോട്ട് ശിവനുണ്ട്, വേറെ ശിവൻ, ഒറിജിനൽ ശിവനുണ്ട് ഇതിനകത്ത്. ഇത് ഫാൻറ്റസി ലെവലിലോട്ട് പോയി. പിന്നെ മറ്റേതിലാണെങ്കിൽ പിന്നെയും ഇയാളൊരു അവതാരം പോലെയാണെങ്കിലും ഒരു ഭൂമിയിൽ നടക്കുന്ന സാധാരണ മനുഷ്യരുടെ കാര്യമായിട്ടാണ് കാണിച്ചത്. ഇത് ദൈവങ്ങളെ കാര്യമുണ്ട്. ശിവൻ മരണമുണ്ട്. ശിവനെ കാണിച്ചപ്പോൾ ഞാൻ ഇത് ആണെന്നാണ് വിചാരിച്ചത് ആദ്യം. ഇത് ഇട്ടിട്ട് ഒരു ശിവനെ കാണും. പിന്നെ അല്ല, അത് മനുഷ്യനാണ്, ഒറിജിനൽ ആളാണ്. അയാൾ ചിരിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. അയാളൊരു താണ്ഡവം ഉണ്ടേ. അയാൾ ഡാൻസ് കളിച്ച് താണ്ഡവം. ഇപ്പോൾ താഴെ ബാലയ്യ ഫൈറ്റ് താണ്ഡവം ഇത് വെച്ചിട്ട് ചിരിച്ച് ഇതിനു മുമ്പേ ഞാൻ ചിരിച്ചത് അക്ഷയ് കുമാർ കണ്ണപ്പയിൽ ഒരു താണ്ഡവം കളിച്ചപ്പോഴാണ്. ഇത് അതിൻ്റെ അപ്പുറം 2x. ഇത് ആരെയാ നടനെന്ന് പോലും എന്തൊക്കെയോ കാണിച്ചു വയ്ക്കണേ. പിന്നെ അങ്ങോട്ട് പിന്നെ പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് വിശദമായിട്ട് ഇത് ഒളിച്ചു കടത്തലൊന്നുമില്ല. സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയണം. നമ്മളിതാക്കിയാണ് പറയാതിരിക്കുന്നത് എന്നുള്ള പൊളിറ്റിക്സ്, അവരുടെ പൊളിറ്റിക്സ് പറയാനുണ്ട്. പിന്നെ മറ്റേ ബജ്രംഗി ഭായ്ജാലിലെ കൊച്ചു വലുതായി ആണ് ഇതിൽ മോളായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അങ്ങനെ വേറെ വില്ലന്മാരായിട്ട് വരുന്നു, അലറുന്നു, അവരെ കൊല്ലുന്നു, അടുത്ത വില്ലൻ വരുന്നു, അലറുന്നു, അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഇയാളെല്ലാം ഒറ്റയ്ക്കുള്ള പരിപാടിയാണ്, വേറെ ഇതൊന്നുമില്ല അതിനകത്ത് ഇയാളെ. അങ്ങനെയൊക്കെ ആ സിനിമ അങ്ങനെ തീരുന്നു. അല്ലെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവത്തിന് ഇതിൽ ഭയങ്കര ട്രോളിയാണ് ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. ദൈവത്തിൻ്റെ വിഷയം വന്നപ്പോഴേക്കും ദൈവം ഇടപെട്ട് ഭൂമിയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ദൈവത്തിന് ഈഗോ ഹർട്ടാകും. എന്നാൽ കുറച്ച് പാവപ്പെട്ട പിള്ളേരൊക്കെ മരിച്ച സമയത്ത് ദൈവത്തിന് കാണാനില്ല. അപ്പം ഇവർ ചോദിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണൊക്കെ ചിലപ്പം ബിസി ആവില്ലേ വിളിക്കുമ്പം. എന്നും പറഞ്ഞാൽ ആളില്ല എന്നല്ലല്ലോ എൻ്റെ അർത്ഥം എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു പുതുതായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ തരുന്നുണ്ട്. അത് ഇവന്മാർ തന്നെ ഇവരെ സിനിമയല്ലേ, ഇവരെ സിനിമയിൽ തന്നെ കുറേ ആൾക്കാർ വിപത്തുണ്ടായി അത് തടയാൻ നോക്കേണ്ട ദൈവം അപ്പോൾ ചെയ്യാതിരുന്നിട്ട് ദൈവത്തിൻ്റെ ശ്രദ്ധയില്ലായ്മയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവത്തിന് ശ്രദ്ധയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ദൈവത്തിനെയൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നമ്മളത് കൂടുതൽ പറയുന്നില്ല. അത് മറ്റേ ഡെവോഷണൽ ഭക്തി മാർഗമായിട്ടുള്ള കാര്യമാണ്. നമ്മളതൊന്നും സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പട്ടങ്ങളൊക്കെ ചേർത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അതൊന്നും പറയില്ല. നല്ല അടിപൊളി സൂപ്പറായിട്ടുണ്ട് ഇതിനകത്ത് എൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ. എന്തായാലും ജയ് ബാലയ്യ വിളിച്ച് ഡാൻസ് കളിക്കാനുള്ളവർക്കൊക്കെ ഉള്ള സാധനം ചുമ്മാ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് സമയം ഇയാൾക്ക് ഭയങ്കര സ്പീഡിലൊന്നും മൂവി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇടിക്കുന്നു. ഇങ്ങനെ എല്ലാം ഇങ്ങനെ മറ്റേ ബോൾ ഇങ്ങനെ പിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരടി ഒരടി അടിക്കുമ്പോൾ അവൻ തറയിലിട്ട് ഇങ്ങനെ ബൗൺസ് ചെയ്ത് പോകുന്നു. അപ്പോൾ പോകുന്നത് പല വെറൈറ്റി ആയിട്ട്. നമ്മളിപ്പം ദീപാവലിക്ക് മറ്റേ ആകാശത്ത് പോയി പൊട്ടണ സാധനങ്ങളുണ്ടല്ലോ, അത് പല ഓരോന്ന് പൊട്ടിക്കുമ്പോൾ നമ്മൾ ക്യൂരിയസ് ആയിട്ട് നോക്കും. ഇതെങ്ങനെ പൊട്ടും, ഇത് ഇങ്ങനെ പൊട്ടുമോ, ഇങ്ങനെ പൊട്ടുമോ എന്നൊക്കെ നമുക്ക് അറിഞ്ഞൂടല്ലോ. നമ്മൾ പൊട്ടിപ്പോയതിനു ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. അങ്ങനത്തെ ക്യൂരിയോസിറ്റിയോടെ ഇതിൻ്റെ ഫൈറ്റ് സീനെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു വില്ലൻ ഇടിക്കുമ്പം അവ എങ്ങനെ ചാവുന്നു, അവ എവിടെ പറന്നു പോകുന്നു, അവൻ ശൂലത്തിൽ കോർത്തിരിക്കുമോ, വേറെ ഗതയിട്ട് വയറ്റിനകത്ത് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ ഹാർട്ട് ബീറ്റ് നോക്കും, മരിച്ചു വന്നു. ഇല്ല ഹാർട്ട് ബീറ്റ് പോയില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ചുരണ്ടു, മറ്റേ തേങ്ങ ചുരണ്ടും പോലെ. കുറച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് നിന്ന് ഓക്കെ സക്സസ്. അങ്ങനെ പല വെറൈറ്റി സാധനങ്ങൾ ഇതിനകത്തോടുണ്ട്. ഒരു സിനിമയെ കാണാത്ത കുറേ വെറൈറ്റി കൊലപാതകങ്ങൾ, കുറേ പരിപാടികൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതുമാത്രമല്ല ഇതിൽ ഒരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ വിഷ്വലി ഭയങ്കര ഗ്രാൻഡാണ്. ഈ ഗ്രീൻ സ്ക്രീനാണ് വണ്ണക്കെട്ട് എന്തോ ആവട്ടെ, വിഷ്വലി ഭയങ്കര രസമാണ്. ഇത് ഭയങ്കര കളർഫുള്ളായിട്ട് നമുക്കൊരു വലിയൊരു കളർഫുള്ളായിട്ടുള്ള പ്രദേശത്ത് പോയി ഇറങ്ങി പൂന്തോട്ടത്തിലൊക്കെ പോയി ഇറങ്ങി പോകുമ്പോഴത്തെ ഒരു സുഖമുള്ള കുറേ ഫ്രെയിംസ് ഇതിനകത്തുണ്ട്. കത്തിയാണ് കാണിക്കണമെങ്കിൽ പോലും അത് ഭയങ്കര അത് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ സാധനമാണ് കാണുന്നത്. ഭയങ്കര രസമായിരുന്നു ആ പരിപാടികളൊക്കെ. പക്ഷേ ഈ സൗണ്ടാണ് ഭയങ്കര കുറച്ചുകൂടി എനിക്ക് സൗണ്ട് ലെങ്തുമാണ് ഭയങ്കര വിഷയമായിട്ട് ഇത് തോന്നിയത്. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ജയ് ബാലയ്യ ഒരു മലങ്കൾട്ടായിട്ടൊക്കെ കുറേ സീനുകളൊക്കെ ചിരിച്ച് ഡയലോഗൊക്കെ ചിരിച്ച് മരിക്കാനുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ OTT വന്നു കഴിഞ്ഞാൽ സീൻ ബൈ സീൻ റോസ്റ്റ് ചെയ്ത് എത്ര റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതാണേ അകണ്ട ടു വാട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.